എല്ലാവർക്കും ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ടെറസിൽ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് ചകിരിച്ചോറ്. ചകിരിച്ചോറ് മണ്ണിൽ ചേർക്കുന്നത് വഴി ജലം സംഭരിക്കാനുള്ള കഴിവ്, അതേപോലെ തന്നെ ഗ്രോ ബാഗിൻ്റെ ഭാരം കുറയ്ക്കാൻ പറ്റും. വേരുകൾ നല്ല രീതിയിൽ വളരാനും ചകിരിച്ചോറ് സഹായിക്കും. അതുകൂടാതെ ചകിരിച്ചോറ് മണ്ണിൽ ചേർക്കുന്നത് വഴി കാർബണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ചെടികൾ ആരോഗ്യത്തോടും പ്രതിരോധ ശക്തിയോടും കൂടി വളരാൻ മണ്ണിൽ ചകിരിച്ചോറ് ചേർക്കുന്നത് വഴി സാധിക്കും. ചകിരിച്ചോറിൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. NPK മൂലകങ്ങളുണ്ട്, സെക്കൻഡറി മൂലകമായ കാൽസ്യം ഉണ്ട്. അതിനു പുറമെ സൂക്ഷ്മ മൂലകങ്ങളായ ഇരുമ്പ്, കോപ്പർ, മാംഗനീസ് മുതലായവ അടങ്ങിയിട്ടുണ്ട്. ഒരു ചകിരിയിൽ 70% ചകിരിച്ചോറാണ്. ഇതിൽ ലിഗ്നിൻ, സെല്ലുലോസ് എന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഘടകങ്ങളെ സൂക്ഷ്മജീവികൾക്ക് വിഘടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലൂറോട്ടസ് സാജോർ എന്ന കുമിളാണ് ഈ കുമിൾ വിതറിയാണ് ചകിരിച്ചോറിനെ കമ്പോസ്റ്റ് ആക്കുന്നത്. ഒപ്പം യൂറിയ, നൈട്രജൻ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ചകിരി. ഈ ചകിരി എങ്ങനെ നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഈ ചകിരിയിൽ നിന്നും ചകിരിച്ചോറ് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചകിരിച്ചോറ് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചകിരിയിലുള്ള കറ കളയാൻ വേണ്ടിയിട്ടാണ്. ചെറുതാക്കിയിട്ട് നമ്മൾ നാളികേരം പൊളിക്കണം. ആ കമ്പിയിൽ വെച്ചിട്ട് ഇത് ചെറുതായി കനം കുറച്ചിട്ട് പൊളിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് മഴ കൊള്ളാനിടും. ചകിരി കനം കുറഞ്ഞിട്ട് ഇതേപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്തിയതാണ്. ഇത് ഇനി ആദ്യം ഈ മടാളിൻ്റെ, ഞങ്ങൾ വെട്ടുകത്തിക്ക് മടാൾ എന്ന് പറയാം, മടാളിൻ്റെ ഈ മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് ഇതേപോലെ ചതയ്ക്കും. പിന്നെ ചെറുതായിട്ട് ഇത് കൊത്തും. ഞാൻ തന്നെ വീഡിയോ എടുക്കണ കാരണമാണ് ഇത് കിട്ടാത്തത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ തന്നെ നന്നായി പൊടിഞ്ഞുണ്ട്. ഇനി ഇതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയാൽ മതി. അപ്പോൾ ആവശ്യമുള്ള ചകിരിച്ചോറ് കിട്ടും. ഇത് ഉണക്കണേറ്റ് മുന്നേ ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കുടഞ്ഞിട്ടാൽ മതി. ഇത് കൊത്തി വെച്ച ചകിരിച്ചോറാണ്. അപ്പോൾ അതിലേക്ക് ഇതായി കുമ്മായ വെള്ളം ഒഴിക്കുക. ഒരു ചിരട്ട കുമ്മായ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കലക്കിയിട്ട് ഒഴിച്ച് വെക്കും. ചകിരിച്ചോറിൻ്റെ കറ കളയാൻ കണ്ടില്ലേ. ഇതിങ്ങനെ ഒരു 6 മണിക്കൂർ ഇട്ട് വയ്ക്കും. എന്നിട്ട് അതിന് ശേഷം ഊറ്റും. ഇത് ഒരു ദിവസം മുന്നേ വെള്ളത്തിലിട്ട ചകിരിച്ചോറാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടതിൻ്റെ കറയാണിത്. വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇനി വാര വയ്ക്കണം. അപ്പോൾ ഇത് ഉള്ളി, പച്ചക്കറി കൊണ്ട് തന്നെ ചാക്കാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്കാണ് ഇതിൽ നിന്ന് കോരിയിട്ട് വാര വയ്ക്കുന്നത്. അപ്പോൾ വേഗം വെള്ളം വാർന്ന് കിട്ടും. കുറേ കറിയൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് വെള്ളത്തിൽ കൂടെ. ഇനി ഇത് കമ്പോസ്റ്റ് ചെയ്താൽ നല്ല വളമായി കിട്ടും. ഇത് നനഞ്ഞതായിരുന്നു, കൊത്തുമ്പോൾ നനഞ്ഞതായിരുന്നു. അപ്പോൾ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ
പെട്ടെന്ന് ഇതിൽ നിന്ന് ചകിരിച്ചോറ് വേർതിരിഞ്ഞ് കിട്ടും. ഇതിങ്ങനെ ഈ ചകിരി ഒന്നിങ്ങനെ ഉണക്കി കഴിഞ്ഞാൽ ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്പണം കേട്ടോ. അപ്പോൾ അതിലത്തെ ചകിരിച്ചോറ് വേർതിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ തരിച്ചെടുക്കണം. വലിയ തുമ്പുകളൊക്കെ വേറെ കിട്ടും. കണ്ടില്ലേ, ചെറിയ തുമ്പുകളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. കമ്പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ തുമ്പുകളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ചകിരിച്ചോറ് റെഡി ആയിട്ടാ. ഈ ചകിരിച്ചോറ് നമ്മൾ നേരിട്ടിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കരുത്. ഒന്നുകിൽ കമ്പോസ്റ്റ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ കുമ്മായ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അത് വലിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ 2 മാർഗ്ഗങ്ങളാണുള്ളത്. അല്ലെങ്കിൽ ഗുണത്തിനേക്കാളേറെ ദോഷമാവും ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ നാരുകളൊക്കെ ഉണ്ട്, അത് കമ്പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇപ്പം മുറിച്ചെടുത്ത കുക്കുംബറാണിത്. വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം.